ഷിംജിത വീഡിയോ ചിത്രീകരിച്ചതിൽ മനം നൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്ന് ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ബസ്സിലെ CCTV ദൃശ്യങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതല്ലാതെ ഷിംജിത പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നും റിമാൻഡിൽ പറയുന്നു. എന്നാൽ ഇതുവരെയും ബസ്സിൽ അതിക്രമണം ഉണ്ടായി എന്നുള്ള സൂചനകൾ പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഷിംജിത ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പോലീസ് തള്ളി എന്നുള്ളത് ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാണ്. എന്നാൽ ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ: ദീപകിനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ 7ഓളം വീഡിയോകളാണ് ഷിംജിത ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഷിംജിത ചിത്രീകരിച്ച 7ഓളം വീഡിയോകൾ ഷിംജിത ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഷിംജിത അത് ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. അത് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇരുവരും സഞ്ചരിച്ച അൽ അമീൻ ബസ്സിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് വ്യക്തമായി പരിശോധിച്ചിട്ടും അസ്വാഭാവികതയൊന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ ആയിട്ടില്ല. എന്നാൽ ബസ്സിൽ യാത്ര ചെയ്ത ആളുകളും ബസ് ജീവനക്കാരും ഇത് സംബന്ധിച്ച് യാതൊരു പരാതിയും ഇതുവരെയും നൽകിയിട്ടില്ല. എന്നാൽ ഈ വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം വളരെ സ്വാഭാവികമായാണ് ഷിംജിതയും ദീപകും ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നും പോലീസ് റിമാൻഡിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ 7ഓളം വീഡിയോകൾ ഷിംജിത ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വ്യക്തമാണ് മനഃപൂർവ്വം ദീപകിനെ അപമാനിക്കാൻ വേണ്ടിയും സോഷ്യൽ മീഡിയ വഴി വീഡിയോ പ്രചരിപ്പിച്ച് പ്രസിദ്ധി നേടുക എന്നും കുപ്രബുദ്ധിയോടുകൂടി ഷിംജിത കളിച്ച കളികളാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും പരിശോധനകൾ പോലീസ് നടത്തിയിട്ടും, അതായത് ഷിംജിതയുടെ മൊബൈൽ ഫോണും ബസ്സിലെ CCTVയും എല്ലാം പരിശോധിച്ചിട്ടും പോലീസിന് അസ്വാഭാവികമായ ഒന്നും തന്നെ കണ്ടെത്താൻ